अस्सी मार्क्स का पेपर था। ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ട്രെൻഡിങ് കളിക്കുന്ന ഒരു വീഡിയോൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുടെ പ്രിവിൽ കണ്ടുണ്ടാവും. ചെറിയൊരു ഫണ്ണി വീഡിയോസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നൈസ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഒരുപാട് റിസ്ക് കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ അത് ലാഗടിപ്പിക്കണില്ല, വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്രിവിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ VN വീഡിയോ എഡിറ്റർ എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് VN വീഡിയോ എഡിറ്റർ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളവിടെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കാൻ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു വീഡിയോയിലേക്ക് ആ ഒരു നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏത് പോർഷനിലാണോ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് വരുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു ദ ബോയ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തൊരു വൈറ്റ് ലൈൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ ഏത് ഭാഗത്ത് കാണോ ആ ഒരു ദ ബോയ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ വരേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ താഴത്തൊരു വൈറ്റ് ലൈനിൽ കൊണ്ടുപോയിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ആ ഒരു പോർഷൻ ഒരു ഇമേജ് ആയിട്ട് മാറും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു പോർഷൻ നിങ്ങൾ അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളൊരു ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഫിൽറ്റർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ സാച്ചുറേഷൻ നിങ്ങൾ ഫുള്ളായിട്ട് മൈനസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് അവിടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളൊരു ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് രൂപത്തിൽ അവിടെ സെറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൻ്റെ മുകൾക്ക് ഇനി നമ്മൾ ദ ബോയ്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇമേജിൻ്റെ PNG ആഡ് ചെയ്യലാണ്. അപ്പോൾ ആ ഒരു PNG നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ പിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ ഏത് ഭാഗത്താണോ വേണ്ടത് അത് നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ആ ഒരു PNG ഇമേജിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് നിങ്ങളത് പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ഒരു ദ ബോയ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഇനി ചെറിയൊരു നൈസ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനായി മുകളിലത്തെ ആഡ് ഓഡിയോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ഒന്നെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മ്യൂസിക് അവിടെ ആഡ് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് വരുന്ന ഭാഗത്തേക്കാക്കി സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ മ്യൂസിക് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് ആ ഒരു എൻഡിങ്ങിൻ്റെ അവിടെ നിങ്ങളൊരു വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് ആ ഒരു വീഡിയോൻ്റെ എൻഡിങ്ങും ആ ഒരു മ്യൂസിക്കിൻ്റെ എൻഡിങ്ങും പിന്നെ ആ ഒരു PNG ഇമേജിൻ്റെ എൻഡിങ്ങും നിങ്ങൾ ഒരേ രൂപത്തിലാക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഈ ഒരു വീഡിയോ എക്സ്പോർട്ടാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ക്രിയേറ്റിംഗ് അവിടെ ഫിനിഷിംഗ് ആയിട്ട് അപ്പം ഈസി ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശത്തിൽ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രെൻഡിംഗ് ആയ കണ്ടന്റ് വീഡിയോസ് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ മെൻഷൻ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. പൈസ ഇല്ലേ? അടെ ഗൂഗിൾ പേ അല്ല, എനിക്ക് കൈമ തന്നെ വേണം. കൈമ തന്നെ